ഹായ്! ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഉറപ്പായിട്ടും ബ്രൈറ്റ് ആവുന്ന ഒരു ഫേസ് പാക്ക് കണ്ടാലോ? അതിന് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറിയ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ മിക്സി ജാർ ഇച്ചിരി വലുതാണ്. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത്. അതിനകത്ത് തൈര് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇത് ഇതേപോലെ ആവുമേ അടിച്ചെടുക്കുമ്പോൾ. എന്നിട്ട് അത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക. അതിന് ശേഷം അത് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിരിക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയും കൂടെ ചേർത്താൽ നമുക്ക് 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ മതിയുള്ളൂ. എന്താ പറയുക, ഒത്തിരി ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്ന, എന്താ പറയുക, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുവിധം സ്യൂട്ടാകുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തൈരുണ്ട്, അതേപോലെ അരിപ്പൊടിയുണ്ട്, പിന്നെ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് ഉണ്ട്. ജ്യൂസ് എന്നല്ല, അതിൻ്റെ ആ ഒരു പൾപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് നമുക്ക് അധികം സമയം ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഒരു 10 മിനിറ്റ് കഴിച്ചിട്ടാണ്, 15 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ. അടിപൊളിയാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവും. അതുപോലെ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഡ്രൈ സ്കിന്നായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു കോംപ്ലക്ഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ടാവുള്ളൂ. അധികം സമയം വെക്കരുത്. അതിന് ശേഷം എന്ത് ചെയ്യാം, നല്ലൊരു മസാജ് കൊടുക്കുക. നന്നായിട്ട് മസാജ് കൊടുത്ത് നല്ല എക്സ്പോളിയേറ്റ് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. നല്ല ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പോലെ തോന്നും. നമ്മുടെ മുഖത്തെ പാടുകൾ മങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയ്ഡ് നമുക്കൊന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. നമ്മുടെ ഷെയ്ഡിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, എൻ്റെ കൈയുടെ കളർ തന്നെ കണ്ടോ. ഇത്രയും ദിവസത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും എന്തോരം ഇതായിട്ടായിരുന്നു എൻ്റെ കൈ ഇരുന്നത്. കണ്ടോ, ഇപ്പോഴത്തെ ആ ഒരു വ്യത്യാസം കണ്ടോ. നല്ല റിസൾട്ട് കിട്ടും. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്രബ്ബറും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ല എഫക്റ്റീവ് ആവും കേട്ടോ. അതിനുശേഷം